നമസ്കാരം. തണൽമരം ഫൗണ്ടേഷൻ സാന്ത്വനം ടീം ചാലക്കുടി കലാഭവൻ മണിച്ചങ്ങാതിക്കൂട്ടം അമ്മമാരോടൊപ്പം ഒരു ദിവസം ആടിയും പാടിയും ചേർന്നു. ഒപ്പം വിവിധ ജേതാക്കളെ ആദരിക്കുകയും ചെയ്തു. തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ചാലക്കുടി MLA TJ സനീഷ് കുമാർ ജോസഫ്, സിനിമാ സംവിധായകൻ സുന്ദർദാസ്, തണൽമരം സെക്രട്ടറി സുബ്രഹ്മണ്യൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ഷാജു, രേഷ്മ രജീഷ്, തണൽ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർമാരായ അബ്ബാസ് PK, ഇക്ബാൽ ചാലക്കുടി, റംല സലീം, ഫൈസൽ കക്കാട്ടിൽ, അമ്മ താരാട്ട് ഫൗണ്ടർ അഷ്റഫ് ബദരിയ, മുന്താസ് ഷറഫ്, തൃശൂർ ജില്ലാ കോർഡിനേറ്റർമാരായ സുമതി ബാബുക്കുട്ടൻ, അബൂബക്കർ, സിറാജുദ്ദീൻ ചാലക്കുടി, സാന്ത്വനം ട്രസ്റ്റ് ഭാരവാഹികൾ, തണൽമരം ഫൗണ്ടേഷൻ അംഗങ്ങൾ തുടങ്ങി ഒട്ടേറെ പേർ പരിപാടിയിൽ സംബന്ധിച്ചു. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് സ്വയം കണ്ടെത്താനും വിവാഹങ്ങൾ നടത്താനും ഒക്കെയുള്ള വലിയ പ്രവർത്തനമാണ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായി ചാലക്കുടിയിലും കടന്നുകൊണ്ടുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെയുള്ള നല്ലൊരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. തണൽമരം ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. സ്വാതന്ത്ര്യം എത്തിച്ചേരുന്നത് വലിയ ദുഃഖം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ തണൽമരം പോലുള്ള ഫൗണ്ടേഷനൊക്കെ നമ്മളെ ചെയർമാൻ പറഞ്ഞതുപോലെ 4 വർഷത്തോളമായി വളരെ സജീവമായിട്ട് കാരണം ക്യാൻസർ രോഗികൾക്കും കലാപമണിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെറും കൈയോട് പറഞ്ഞേക്കില്ല. അതുകൊണ്ടാണ് കലാപമണി സുഹൃത്തുക്കൾ ഒന്നിക്കുന്നു എന്ന ഒരാശയവുമായി ഇവിടെ നമ്മൾ ഒത്തുകൂടിയത്. കലാപമണിയെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് ഒരിക്കലും ഞാൻ ജീവിതത്തിൽ എൻ്റെ കലാപമണിയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മരിച്ചതിന് ശേഷം ഞാൻ അവിടെ ഒരു വീട്ടിൻ്റെ പരിസരത്ത് പോയി ആ ഓട്ടോറിക്ഷൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. കാരണം നമുക്ക് കാരണം നമ്മുടെ മനസ്സിലുള്ള കലാഭവനി മരിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ആ വ്യക്തിത്വം ഉണ്ടാകാൻ കാരണം ഒരുപാട് നന്മകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്.